കുംഭമേള കേരളത്തിൽ വലിയ മാറ്റത്തിന് തിരികൊളുത്തിയിരിക്കുകയാണെന്ന് ചലച്ചിത്ര താരം കൊല്ലം തുളസി. ജാതിഭേദമന്യേ മാഘമഹോത്സവത്തെ സ്വീകരിച്ചു. ആത്മീയവും ബൗദ്ധികവുമായ ഉണർവ് ഇതുമൂലം ഉണ്ടായെന്നും മഹാമാഘമഹോത്സവത്തിനെത്തിയ അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ കുംഭമേളയ്ക്ക് സമാനമായ മഹാമാഘ മഹോത്സവം വളരെ മികച്ച രീതിയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുനാവായയിൽ ലക്ഷക്കണക്കിന് ഭക്തരാണ് ഓരോ ദിവസവും എത്തുന്നത്. അതോടൊപ്പം തന്നെ നിരവധി പ്രമുഖരും ഈ കുംഭമേളയ്ക്ക് സാക്ഷിയാകുന്നതിന് വേണ്ടി ഇവിടെ തിരുനാവായയിൽ എത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് കൊല്ലം തുളസിയാണ്. നമുക്കറിയാം, ഒരുപാട് സിനിമകളിൽ നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. എപ്പോഴാണ് എത്തിയിട്ടുണ്ട്? ഞാൻ 2 ദിവസം കൊണ്ടുണ്ട്. 2 ദിവസമായിട്ട്. ഇനി നാളെ കൂടെ കഴിഞ്ഞ് എല്ലാ ദേവതകളുടെയും അനുഗ്രഹം വാങ്ങിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. എന്നാൽ ഇവിടെ വന്നപ്പോൾ ഒരു അനുഭവം, ഇവിടെയുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ, അനുഭവം പങ്കിടുന്നതിന് മുമ്പായിട്ട് ആദ്യമേ നിങ്ങളോടൊരു നന്ദി പറയേണ്ടത്. കാര്യം ഞാനിതിൻ്റെ വാർത്തകൾ അറിയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. മുഖ്യധാരയിലുള്ള പത്രങ്ങളും ചാനലുകളെല്ലാം ഞാൻ സശക്തമായി ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടും ജനത്തിൽ മാത്രമേ ഈ വാർത്ത പറയുന്നുള്ളൂ. മറ്റുള്ള ചാനലുകാർ അന്ധന്മാരായോ, വാർത്താമാധ്യമങ്ങളുമെല്ലാം അന്ധന്മാരായോ, അതോ അവർ പൊട്ടം കളിക്കുകയാണോ? ഇപ്പം തിരിച്ചറിവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ജനത്തിന് തിരിച്ചറിവ് ആദ്യമേ വന്നു. അത് നിങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്നും ഇന്നലെയൊക്കെ വന്നു. ഇപ്പോൾ എന്നെ ഒരു മനോരമക്കാർ ഇൻ്റർവ്യൂവിന് വന്നു. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ ജനം, അതായത് വൈകി വന്ന വിവേകമാണ് അവർക്ക് വന്നതെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ വിവേകം വന്ന് അതിന് ഈ ഇവിടെ വരുന്ന എല്ലാ ഈശ്വരവിശ്വാസികളുടെയും പേര് ഞാൻ നിങ്ങൾക്ക് ആദ്യം നന്ദി പറയുക. രണ്ടാമത്, ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പുണ്യ ദിനങ്ങളാണ് ഇപ്പോൾ കടന്നുപോയത്. വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല. ശാരീരികാസ്വതി കൊണ്ടും പ്രായാധിക്യം കൊണ്ടും രോഗങ്ങൾ കൊണ്ടും. അതുകൊണ്ട് മനസ്സിൻ്റെ ഒരു ഭയങ്കര വിഷമവും ദുഃഖവും ഒക്കെ ആയിരുന്നു. പക്ഷേ അതെല്ലാം മാറി. അവിടുന്ന് നമ്മുടെ നാട്ടിൽക്കാരനായ ഒരാൾ മഹാമണ്ഡലേശ്വരായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആ ആനന്ദ സ്വാമിക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ഉദയം ചെയ്ത, അദ്ദേഹം വിട്ട ഒരു ചെറിയ ഒരു വിത്തിൽ നിന്നാണ് വളരെ പെട്ടെന്ന് എല്ലാവരുടെയും പ്രതീക്ഷകൾ അപ്പുറത്തായിട്ട് പലരെയും ഞെട്ടിച്ചുകൊണ്ട് സംഘാടകരെല്ലാം ഇവിടെ എല്ലാവരും ഞെട്ടിപ്പോയി. ഇവിടെ ഇതുപോലെ നേരത്തെ പറഞ്ഞ പൊട്ടന്മാർക്ക് കണ്ണിപ്പോഴാണ് തുറന്നത്. ഇവിടുത്തെ മുഖ്യധാര പത്രങ്ങൾക്കും മുഖ്യധാര ചാനലുകൾക്കും കണ്ണിപ്പോഴാണ് തുറന്നത്. ഇപ്പം പറഞ്ഞിരിക്കുക, ഇനിയെങ്കിലും അവർക്ക് വേഗം വരട്ടെ. ഇനി 2 ദിവസമേ ഉള്ളൂ. ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്ന വലിയ അത്ഭുതങ്ങളുടെ ലോകമാണ് ഞാനിവിടെ കണ്ടത്. എനിക്ക് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് തോന്നിയത്, ഈ മതമൈത്രിയെക്കുറിച്ചൊക്കെ നമ്മൾ പ്രസംഗിക്കുമെങ്കിലും ഇന്ന് ഇവിടെ വന്നപ്പോൾ 2 ദിവസം കൊണ്ട് ഞാൻ ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളുടെ ഒരു നിർലോഭമായ സഹകരണവും പ്രതീക്ഷയുമാണ്. വളരെ വളരെ അച്ചടക്കത്തോടുകൂടിയാണ് അവരിതിനെ കാണുന്നത്. നമ്മുടെ ഒരുപക്ഷെ വിശ്വാസികളൊക്കെ ഒറ്റക്കെട്ടായി തന്നെ ഇതിൻ്റെ ഭാഗമായി നമ്മുടെ സേവാഭാരതിയിലെ നല്ലവരായ പ്രവർത്തകരെക്കാട്ടും RSSകാരെക്കാട്ടും BJPക്കാരും ഹിന്ദു സ്നേഹികളുടെ പേരും പിന്നെ സ്വാമിജിമാരുടെ എല്ലാ സേവനത്തേക്കാൾ നമ്മൾ ചിന്തിച്ചിരിക്കുന്ന അത്തരം ചിന്താധാരകൾക്കും അപ്പുറത്ത് കണ്ട് അവർ സഹകരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവരുടെ സപ്പോർട്ട് കണ്ട് തന്നെ ഇവർ വേണ്ട എന്ന് വെച്ചിരിക്കുന്ന അധികാരം ഇനി ഇവിടെ ഭരണചക്രത്തിന് മാറ്റം വരികയാണ്. ഒരു ഭരണക്രമം മാറുന്നതിന് ഈ മുസ്ലിം സഹോദരൻ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ ഇവിടെ വന്നപ്പോൾ ഒരു അത്ഭുത ലോകമാണ്. ഇവിടെ ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന കുറേ സന്യാസിമാരുണ്ട്. സന്യാസിമാർ വർഗം എന്ന് പറഞ്ഞാൽ എനിക്ക് അവരോട് ആദ്യമേ കുറച്ച് വെറുപ്പായിരുന്നു. കാര്യം ഇവർ അവരുടെ മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. ഇവർ താഴേക്കിടെ വന്നിരുന്ന് എല്ലാവരെയും ഒന്നിപ്പിക്കാനുള്ള ഇതില്ല. കാര്യം നമ്മുടെ രാജ്യത്ത് ഇവിടെ പട്ടാളക്കാരാണ് കൂടുതൽ, ഹിന്ദുക്കളാണ് കൂടുതൽ. ഇവിടെ പിന്നെ റെയിൽവേ എടുത്താലും കൂടുതൽ ഹിന്ദുക്കളാണ്. ഏത് സർവീസ് എടുത്താലും ഏത് മേഖല എടുത്താൽ ഹിന്ദുക്കളാണ് കൂടുതൽ. പക്ഷേ ആ ഹിന്ദുക്കളായ മഹാഭൂരിഭാഗം നമ്മൾ ന്യൂനപക്ഷക്കാരെ ഭയന്ന് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്തുകൊണ്ടാണിത്? നമ്മൾ സംഘടിക്കുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ ഒരുപാട് മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സത്യം വിളിച്ചു പറഞ്ഞു, നായാടി മുതൽ നമ്പൂരി വരെയുള്ള ആളുകൾ ഒന്നിക്കണം. പക്ഷേ ഇപ്പോഴാണ് വന്നത്. ഇപ്പോൾ എല്ലാം മറന്ന് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഒരു കൂട്ടായ്മ വന്നിട്ടുണ്ട്, ഒരു ഹിന്ദു ഏകീകരണം. സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളി നടേശനും വരെ മാറ്റം വന്നിട്ട് കഴിയില്ല. അവർക്ക് വന്നാൽ പിന്നെ ഒരുപാട് മാറ്റം വരും. ഈ 2 ഗുണാശരന്മാരെല്ലാം നമ്മളങ്ങനെ നടത്തിക്കൊണ്ടിരുന്നത്. അവർക്ക് മാറ്റം വന്നു. സന്യാസി സമൂഹത്തിൽ എല്ലാ മഠങ്ങളുടെയും എല്ലാ ആശ്രമത്തിലെയും സന്യാസി ഇവിടെ വരുന്നുണ്ട്, ഇവിടെ പൂജകൾ ചെയ്യുന്നുണ്ട്, ഇതിന് ഭാഗവക്കാകുന്നുണ്ട്. മറ്റു മുതിർന്ന സന്യാസിമാരെ അനുഗ്രഹം വായിക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്ന പൂജകളിൽ കാണുന്നുണ്ട്, ഇവിടെ നടക്കുന്ന ആരതിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു വലിയ മാറ്റത്തിൻ്റെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ സാംസ്കാരിക കേരളത്തിൽ, അല്ലെങ്കിൽ സാംസ്കാരിക ഭാരതത്തിൽ പണ്ടെവിടെയോ ഉറഞ്ഞു കിടന്ന ചില വിത്തുകൾ, ആധ്യാത്മികയുടെ, ഭക്തിയുടെ, ദൈവവിശ്വാസത്തിൻ്റെ വിത്തുകൾ ഇപ്പോൾ മുളപൊട്ടി വളരുക, ഇപ്പോൾ വന്നിരിക്കുകയാണ്, പന്തലിക്കുകയാണ്. തീർച്ചയായിട്ടും വലിയ മാറ്റം നമ്മുടെ ഈ കേരളത്തിൽ, ഭാരതത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. സമൂലമായ ഒരു മാറ്റം നമുക്കുണ്ടാകുന്ന ഒരു വലിയൊരു പ്രധാനമന്ത്രി, ആത്മീയ ആചാര്യനാണ് അദ്ദേഹം.
ആ ആത്മീയാചാര്യൻ തുടങ്ങി വെച്ചിരുന്ന ആ ദീപം ഇപ്പോൾ പടർന്ന് പന്തരിച്ചിരിക്കുകയാണ്. വലിയൊരു ആത്മീയ ഉണർവിന് പോലും കാരണമായിട്ടുണ്ടല്ലേ ഈ ഒരു വന്നു കഴിഞ്ഞതിൻ്റെ ഇപ്പോഴാണ് ഇവിടെ കാണുന്നത്. ഇപ്പം എൻ്റെ അടുത്തൊക്കെ സ്വാമിമാരുള്ളത്, അപ്പുറത്ത് നിന്ന് 1000 സ്വാമിമാരുടെ ഒരു കൂട്ടായ്മ അവിടെ, ഞാൻ ഇന്നലെ അവിടെ എല്ലാം പോയി. ഇവരെയൊക്കെ ഒന്നിച്ച് കാണുന്ന ഈ ഒരു കൂട്ടായ്മ, ഇതെല്ലാം ഇവരിവിടെ എവിടെ ഉടഞ്ഞിരുന്നു. ഒരു വേദി ഉണ്ടായത് ഇവിടെ പണ്ടൊക്കെ പല സന്യാസ ശേഷന്മാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ നമ്മുടെ ആനന്ദവനം സ്വാമിയുടെ ആ ബുദ്ധിയിൽ ഉദയം ചെയ്ത് അതുകൊണ്ട് എല്ലാവരെയും സമ്മേളിക്കാനുള്ള അവർ കൂട്ടായ്മയുള്ള ഒരു അവസരം ഉണ്ടാക്കിയതിന് അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പുതിയ ഉണർവാണ്, പുതിയ തുടക്കമാണ്. ഇതങ്ങ് വളർന്ന് പന്തലിക്കും. വലിയ മാറ്റം, സാംസ്കാരികമായ മാറ്റം, ഭൗതികമായ മാറ്റം, ആധ്യാത്മിക മാറ്റം ഈ രാജ്യത്ത് വരാൻ പോവുക. എല്ലാ നന്മകളും നേരുക. തീർച്ചയായും കേരളത്തിൽ വലിയ ഒരു മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് കൊല്ലം തുളസി പറയുന്നത്. ആധ്യാത്മികപരമായി, സാംസ്കാരികപരമായി, ഭൗതികപരമായ അത്തരത്തിലുള്ള ഒരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഈ ഒരു കുംഭമേള അതിന് കാരണമായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ക്യാമറമാൻ സന്തോഷ് കാവലക്കാടിനൊപ്പം ശിവദാസ് കന്മനം, ജനം, തിരുനാവായ.